നമസ്കാരം, ട്രിവിയൻ 360യുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിന് ശേഷമാണ് വീണ്ടും കാണുന്നത്. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കവടിയാറുള്ള റോയൽ ട്രാവൻകൂർ കിച്ചൺ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ്. അവിടെ ഒരുപാട് സ്പെഷ്യൽ ഡിഷസ് ഉണ്ട്. നമ്മൾ ഇന്നോളം തിരുവനന്തപുരത്തുകാർക്ക് പരിചിതമല്ലാത്ത കുറച്ച് ഡിഷസ് ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് അതിനുള്ളിൽ കടന്നതിന് ശേഷം നോക്കാം. കയറി വരുമ്പോൾ തന്നെ ഐ ലവ് ട്രാവൻകൂർ എന്നെഴുതിയ നല്ലൊരു ബോർഡൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ടേക്ക് അവേ കൗണ്ടറാണ് ആ കാണുന്നത്. ഹോട്ടലിലേക്കുള്ള എൻട്രൻസിൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ കാണുന്നൊരു സൂപ്പർ മാർക്കറ്റാണ്. എനിക്ക് തോന്നുന്നു അതും റോയൽ ട്രാവൻകൂർ കിച്ചണിൻ്റെ തന്നെ ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. നമുക്ക് മുകളിലേക്ക് പോകാം. സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി വരുമ്പം തന്നെ നമുക്ക് കാണാം അവരുടെ ഇൻറ്റീരിയറൊക്കെ. ഇതാണ് നമ്മുടെ റോയൽ ട്രാവൻകൂർ കിച്ചൺ. നമ്മൾ വന്നിട്ടുള്ളത് ലഞ്ച് ടൈം അല്ല, വന്ന പാടെ തന്നെ നമ്മൾ അവരുടെ കിച്ചണിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തയ്യാറാവുന്നതെന്ന് നോക്കാം. ഇവിടെ ചിക്കൻ നല്ല ഭംഗിയായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇത് റോസ്റ്റ് അല്ലേ? ചിക്കൻ റോസ്റ്റ്. ഓക്കെ. ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാണ് കൈതി ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഈ ഫ്രൈ ചെയ്യുന്നത്. ഇതെന്താണ് ചേട്ടാ? എല്ലാവരും പറയുന്ന കൈതി ബിരിയാണിയെ പറ്റിയാണല്ലോ. ഇതാണ് കൈതി ബിരിയാണിയുടെ റൈസ്. അദ്ദേഹമാണ് ഇവിടുത്തെ ഷെഫ്. ഇവിടെ ഒരുപാട് ഡിഷസ് ഉണ്ട്. വലിയ മെനു നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതലൊന്നും നോക്കാനില്ല. ആരെടുത്ത് ചോദിച്ചാലും കൈത്തി ബിരിയാണി തന്നെ പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കൈത്തി ബിരിയാണി തന്നെ ട്രൈ ചെയ്യാം. സി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സലാഡ്, അച്ചാർ, പായസം പോലെ ഇരിക്കുന്ന ഇതൊന്നും മയണൈസ് പോലെ വേണം. പിന്നെ ഒരു എന്താ പറയുക, തിക്ക് ഗ്രേവി ടൈപ്പ് ചിക്കൻ എഗ്. സ്പൂൺ പോലും ഇല്ല, ഇത് തട്ടുന്നതാണ് അതിൻ്റെ രീതി. ചിലപ്പോൾ ഞാൻ തട്ടിയാൽ പിന്നെ ആരെങ്കിലും വിളിക്കാം, ചേട്ടാ തട്ടിത്തരാമോ എന്ന് ചോദിക്കുന്നു. ചിലപ്പോൾ നമ്മൾ തട്ടിയിടുമ്പോൾ കുറച്ച് സ്പൂൺസ് ഒന്നുമില്ല, എല്ലാം കൈ കൊണ്ടുള്ള. സോ ഇതാണ് നമ്മുടെ കൈത്തി ബിരിയാണി. ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ള കൺഫ്യൂഷനാണ് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് പതുക്കെ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പായസമാണോ? ഇത് പായസമാണ് കേട്ടോ. ചില പായസത്തിൻ്റെതായിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ സാധാരണ സലാഡ് ഒഴിക്കാം. ഒരു സൈഡിൽ ഇത് കാണുമ്പോൾ തന്നെ ഒരുപാട് കൂടുതലായിട്ട് തോന്നും. നമ്മൾ ഈ ഹൈദരാബാദി ബിരിയാണി കഴിക്കില്ല, അതുകൊണ്ട് അതേപോലെ കുറച്ച് സ്പൈസിയാണ്. അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ശരിക്കും ഇത് നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ ശരിക്കുള്ള ഗ്രേവി ഒന്നുമല്ല, ഒരു പ്രത്യേക രീതിയിലുള്ള ഗ്രേവിയാണ്. എനിക്കത് എക്സാക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. നല്ല എരിവുണ്ട്, മൊത്തത്തിൽ നല്ല സ്പൈസിയാണ്. ഞാൻ വിചാരിച്ചു ഇതിൽ ക്യാപ്സിക്കം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. മുളക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, സാധാരണ മുളകാണ്. റൈസും ഒരു പ്രത്യേക തരത്തിലുള്ള റൈസാണ്, അതായത് സാധാരണ ബാസ്മതി റൈസൊന്നും അല്ല. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സലാഡ് ഇങ്ങനെ എടുക്കുക, ചെറുതായിട്ട് മിക്സ് ചെയ്യുക, ചിക്കൻ്റെ ചെറിയ ഒരു പീസ് എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. സൂപ്പർ
സൂപ്പർ. സാധാരണ ബിരിയാണിയല്ല, നമ്മൾ ഇതിന് ബിരിയാണി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ഹൈദരാബാദി ബിരിയാണി, ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. കുറച്ച് ഓയിലിയാണ്, ബട്ട് സ്റ്റിൽ എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ചോദ്യം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഹോട്ടലിൻ്റെ പേര് അറിഞ്ഞത് തന്നെ നമ്മുടെ എബിൻ ജോസ് എന്ന് പറയുന്ന ചേട്ടൻ്റെ ഫുഡ് വ്ളോഗ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ലഞ്ച് കഴിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ, വളരെ ഒരു 30 സെക്കൻഡ്സ് ഉള്ളൂ, ഷോർട്സാണ്, ജസ്റ്റ് കണ്ടു. എനിക്ക് അപ്പോൾ തന്നെ അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ ഹോട്ടൽ തേടി പിടിച്ച് ഇവിടെ എത്തിയത്. ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്തൊരു പെയ്ഡ് പ്രൊമോഷനാണെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ വളരെ യാദൃശ്ചികമായിട്ട് വന്നു, നമ്മുടെ എബിൻ ജോസ് ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് വളരെ യാദൃശ്ചികമായിട്ടാണ് ഇവിടെ വന്നത്. വളരെ നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള ഹോട്ടലാണ്. പിന്നെ നമ്മുടെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഓസം, വേറെ ഒന്നും പറയാനില്ല. നിങ്ങളും വരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.